ഇനി ഈസി ആയിട്ട് നമുക്കൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് സാദാ മുളക് പൊടി 2 ടേബിൾ സ്പൂണ്, 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് അത് ഒന്ന് പാനിലിട്ടിട്ട് ചൂടാക്കട്ടോ. നന്നായിട്ട് തന്നെ പാൻ ചൂടാക്കിയിട്ട്, ആദ്യം പാൻ ചൂടാക്കരുത്, പൊടി ഇട്ടതിന് ശേഷം പാൻ ചൂടാക്കിയതിന് ശേഷം ഒന്ന് വറുത്തെടുക്കുക. കൂടുതലായിട്ട് കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് ചിക്കൻ കറി വെക്കുമ്പോൾ ചിക്കൻ്റെ കളർ തന്നെ മാറിക്കിട്ടും, നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ വറുത്തെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ചൂടായതിന് ശേഷം ഓഫാക്കിയിട്ട് വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ അതിൽ തന്നെ ഇരുന്നാൽ വീണ്ടും ചൂടായിട്ട് ഇതിൻ്റെ കളറ് മാറിക്കിട്ടും കേട്ടോ. അതിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂണ്, അതേപോലെ 3 സവാള, ഒരു മീഡിയം സൈസിലുള്ള സവാള ഇട്ടാൽ. എന്നിട്ട് അതിന് ശേഷം വറുത്ത് വെച്ച പൊടികളുണ്ടല്ലോ അത് ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു വലിയ തക്കാളി തന്നെ എടുക്കുക കേട്ടോ. അതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കട്ടോ. ഞാൻ അധികം ഒഴിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ചുവന്നുള്ളി, ഒരു 4 ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പിയിട്ട് ഉടച്ച് എടുക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. നന്നായി ഉടച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണത് കേട്ടോ. എത്ര ഉടഞ്ഞ് കിട്ടണമെന്ന് വെച്ചെങ്കിൽ അത്രയും ഉടച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചിക്കൻ റോസ്റ്റായി കിട്ടും ചെയ്യും, വെന്ത് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ നന്നായി ഉടച്ചിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചിക്കൻ്റെ ബ്രസ്റ്റ് ഇങ്ങനെ വെക്കുക വെച്ചെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് അധികം കഴിക്കാറില്ലല്ലോ. ഇതേപോലെയൊക്കെ ചെയ്തിട്ട് ഇതേപോലെ പത്തിരിയിലേക്കും ദോശയിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, ഞാൻ കുറച്ചാണ് കേട്ടോ അന്ന് കറി വെക്കുന്നത്, കുറച്ച് ചിക്കനാണെന്ന് എടുത്തിട്ടുള്ളത് ദോശയിലേക്ക്. അപ്പോൾ ഇതേപോലെ തന്നെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇത് ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാണ്ട് തന്നെ ഒരിത്തിരി വെള്ളം, ചിക്കനിൽ സവാളയും തക്കാളിയും ഒക്കെ തിരുമ്പി ചേർത്തതല്ലേ, അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ ചിക്കൻ ഈ സവാളയും തക്കാളിയൊക്കെ വെന്ത് കിട്ടില്ല, ഉടഞ്ഞു കിട്ടില്ല. കുറച്ച് വെള്ളം, ഒരിത്തിരി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം, അപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഉണ്ടാവും, കണ്ടില്ലേ, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കിടന്നിട്ട് വേവണം കേട്ടോ. അപ്പോഴാണ് ആ കറിയുടെ ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് വെക്കുക. ഇത് ഞാൻ ദോശയിലേക്ക് എടുക്കണ കാരണം ഫുള്ള് ഡ്രൈ ആക്കണില്ല കേട്ടോ. ഇത് ഡ്രൈ ആക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കറിയോട് കൂടെയാണ് ഇത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഒരിത്തിരി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ലാസ്റ്റ്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിട്ടാ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊക്കെ നമ്മൾ കറി വെക്കുമ്പോൾ ആദ്യം തന്നെ എല്ലാ ചേരുവകളും എടുത്ത് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ കറിയിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ആവും. ആദ്യം തന്നെ എല്ലാതും എടുത്ത് വെച്ചിട്ട് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഒരുപാട് ഗുണമാണ്. യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ പണികൾ ഇതേപോലെ എല്ലാ സാധനങ്ങളും, അല്ലെങ്കിൽ നമ്മൾ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് വെക്കുള്ളൂ, എടുത്തിടുള്ളൂ. ഇതുപോലെ നമ്മൾ ചെയ്യണത് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ്. ഇതേപോലെ എല്ലാതും നമ്മുടെ അടുത്ത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പണിക്ക് ഒരുപാട് ലാഭമുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ ചാനൽ തുടങ്ങുക. വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് തോന്നിയതാണ്. പക്ഷേ കുറച്ച് സബ്സ്ക്രൈബൊക്കെ ആയിട്ടുണ്ട്. ഇനി നിങ്ങളെയും കൂടി സപ്പോർട്ട് വേണം. അപ്പോൾ നല്ലൊരു കറി ആയിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക വെച്ചെങ്കിൽ ഇതിലും ടേസ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ കറി. നിങ്ങൾ ദോശയിലേക്കും പത്തിരിയിലേക്കും ഒക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടാ. വെള്ളം തീരെ ഒഴിക്കരുത്.
വെള്ളത്തിൽ വരും. പിന്നെ എന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ